അനുരാധ. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അന്നത്തെ കാലത്ത് സിൽക്ക് സ്മിത കഴിഞ്ഞാൽ അനുരാധയാണ്. ചില സമയത്ത് സിൽക്ക് സ്മിതയുടെ മേളിൽ അനുരാധ വന്നിട്ടുണ്ട്. അതേപോലെയുള്ള ഐറ്റം ഡാൻസ് കളിക്കും അനുരാധ. അപ്പോൾ അനുരാധയ്ക്ക് ഒരു മകളുണ്ട്, അഭിനയശ്രീ എന്നാണ് പേര്. അനുരാധയ്ക്ക് വലിയൊരു ആഗ്രഹമാണ്, നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് പോയാലും മകളെ വലിയൊരു നായികയാക്കണം എന്നുള്ള. നമ്മൾ ഐറ്റം ഡാൻസറായിട്ട് മാറി, പക്ഷേ മകൾ അങ്ങനെ പാടില്ല. മകൾ വലിയൊരു നടിയായിട്ട് അറിയപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അങ്ങനെ സിനിമാ ഫീൽഡിൽ ഇറക്കി. ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിമിത്തം എന്ന് പറയില്ലേ, ആ നിമിത്തം പോലെ തന്നെയാണ് ഈ അനുരാധ ആദ്യമായിട്ട് മലയാളത്തിൽ ഐറ്റം ഡാൻസ് കളിക്കുന്നത് ലാലേട്ടൻ്റെ കൂടെയാണ്. കാളിയമർദ്ദനം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ശരിക്ക് അനുരാധ മോഹൻലാലിൻ്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കുന്നത്. ഒരു 1.5 പടം അത്. അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ കൂടെ തന്നെ അനുരാധയുടെ മകള് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഐറ്റം ഡാൻസ് കളിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പടമാണ് താണ്ഡവം എന്ന് പറഞ്ഞ പടത്തിലെ ആ പാട്ടും ആ ഡാൻസൊന്നും ആരും മറക്കില്ല. അങ്ങനെ വലിയ നടിയാവാൻ ആഗ്രഹിച്ച് എന്തുണ്ടായി, വലിയ നടിയൊന്നും ആയില്ല, ഐറ്റം ഡാൻസറായിട്ട് തന്നെ മാറി. അത് അമ്മയുടെ അതേപോലെ തന്നെ യോഗം അങ്ങനെ വന്നു. പക്ഷെ എന്നിരുന്നാലും മകളെ വീണ്ടും ഇതുപോലെ തന്നെ പല സിനിമകളിലേക്കും, തമിഴിൽ 2, 3, 4 പടങ്ങളൊക്കെ ഐറ്റം ഡാൻസ് അല്ലാത്ത രീതിയിൽ നല്ല ക്യാരക്ടറുള്ള ഒരു പടങ്ങളിലൊക്കെ മൂപ്പര് അഭിനയിച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും പരാജയം മാത്രമാണ് ഉണ്ടാകുന്നത്. അനുരാധയുടെ ഒരു ഹെൽപ്പ് കിട്ടിയിട്ട് പോലും, നല്ല നല്ല പ്രൊഡ്യൂസർമാരെ കയ്യിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിട്ട് പോലും അഭിനയശ്രീക്ക് ശരിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയില്ല, സിനിമാ ഫീൽഡിൽ വിജയിക്കാൻ പറ്റിയില്ല. എല്ലാവരും ഈ ഐറ്റം ഡാൻസും അതുപോലെ തന്നെ സെക്സ് റോളിലേക്കൊക്കെയാണ് അഭിനയശ്രീനെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ചേരേനെ തിന്നണ ചാട്ടിയെന്ന നടുകഷ്ണം തിന്നണമെന്ന് പറഞ്ഞ പോലെ അഭിനയശ്രീ അതൊരു ശീലമായി മാറി. അമ്മയുടെ പോലെ എല്ലാ പടങ്ങളിലും ഐറ്റം ഡാൻസ് എന്ന് വെച്ചാൽ ഐറ്റം ഡാൻസ്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഇനി ഇക്കിളി പടങ്ങളിലും അഭിനയിച്ചു തുടങ്ങി, പടങ്ങളിൽ വരെ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ ഒരു നായിക ആവാൻ വേണ്ടിയിട്ട് അമ്മ നായിക എന്ന് പറഞ്ഞിട്ട് മകൾക്ക് വലിയ കഥാപാത്രങ്ങൾ കിട്ടണമെന്നോ ആ ഒരു വലിയൊരു നടി ആവണമെന്നോ ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അമ്മയുടെ പോലെ അതേ പാതയിൽ തന്നെ പോകേണ്ട വന്നു എന്നുള്ളതാണ്. പടങ്ങളൊക്കെ അഭിനയിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുരാധ ഒരു പാവം നടിയാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മകളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാണ്ടായിപ്പോയി. പ്രണയവേണി തൂവൽ എന്ന് പറഞ്ഞൊരു പടത്തിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു ഐറ്റം ഡാൻസിനാണ് അഭിനയിച്ചത്. ഇപ്പോൾ അഭിനയശ്രീ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല. അനുരാധയും ഇപ്പോൾ അനുരാധ ശരിക്കും ഇവിടെ ആന്ധ്രാപ്രദേശിലുണ്ട്. ഇപ്പോൾ അവിടെ ചെറിയ ചെറിയ സീരിയലിലും അതുപോലെ തന്നെ TV സീരിയലിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചപ്പോൾ നിൽക്കുന്നുണ്ട്. അഭിനയശ്രീനെ കുറിച്ചിട്ടൊരു വിവരമില്ല, കല്യാണം കഴിച്ചോ എന്താണെന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ അഭിനയശ്രീയുടെ യുഗം കഴിഞ്ഞു, അനുരാധയുടെ യുഗം കഴിഞ്ഞു, സിൽക്ക് സ്മിതയുടെ യുഗം കഴിഞ്ഞു. എല്ലാവരും വയസ്സായി, പ്രായമായി, എല്ലാവരും സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടായി. ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു ഇവരൊക്കെ. ഈ അഭിനയശ്രീ വന്നപ്പോഴും നമ്മൾക്ക് യുവാക്കളുടെ ഹരമായിട്ട് തന്നെയാണ് അവർ വന്നത്. പക്ഷെ എന്താ, ഒന്നും ശരിക്കും സിനിമാ ഫീൽഡ് കയ്യിലെടുക്കും എന്ന് പറയാനായിട്ട് കഴിയില്ല. എല്ലാം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിന്നാമിൻ്റെ വെട്ടം പോലെയാണ്. എല്ലാം ഒന്നും മിന്നി പിന്നെ കെട്ടുപോകാണ്ടായത്. അപ്പോൾ അഭിനയശ്രീ എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം.